കേൾക്കുമ്പോൾ ഞാനും പുസ്തകത്തിന്റെ പേര് കേട്ടപ്പോൾ ആദ്യം വിചാരിച്ചത് എന്തോ ഭക്ഷണത്തെക്കുറിച്ചുള്ള വല്ല പുസ്തകമായിരുന്നു. ഡോക്ടറിന്റെ ഇടവേളകളിൽ പാചക പരീക്ഷണം നടത്തിയതിന്റെ വല്ല പുസ്തക പരീക്ഷണവുമൊക്കെയാണ്. ഇതിലെ കഥകളുടെ എല്ലാം പേരുകൾ യഥാർത്ഥത്തിൽ ഭക്ഷണവുമായി ചേർന്ന് വെച്ചിട്ടാണ് പറയുന്നത്. ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും എങ്ങനെയാണ് നമ്മുടെ പൂർവികമായ ഓർമ്മകളിലേക്ക് മടങ്ങിക്കൊണ്ടു പോകുന്നത് എന്നതിന്റെ വലിയൊരു ഉദാഹരണമായി ഇതിലെ ഓരോ കഥകളും മാറുന്നുണ്ട്. ഒരു 2 കഷ്ണം വീറ്റുള്ള കഴിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് വിസ എടുത്തു വന്ന ഒരു കൂട്ടുകാരന്റെ കഥ ഈ പുസ്തകത്തിൽ ഉണ്ട്. നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന വിചിത്രരായ മനുഷ്യരെ കുറിച്ചുള്ള കഥകളെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ തന്നെ ഈ പുസ്തകത്തിന്റെ പേരിന് അർഹമായ കഥയിലേക്ക് വരുമ്പോൾ ദുബൈയിലെ ഫ്ലാറ്റിൽ നിന്ന് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം തന്റെ ഭാര്യ വെക്കുന്ന ഇറച്ചിക്കറിയുടെ മണം തന്റെ നാസാനന്ദങ്ങളിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ തന്റെ ദേശത്തേക്ക് മടങ്ങിപ്പോവുകയും അതിന്റെ ഒരു നൊമ്പരമുള്ള ഓർമ്മയിലേക്ക് എത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിൽ ജർമ്മൻ ബിയർ എന്ന് പറയുന്ന വളരെ പ്രസക്തമായ ഗൗരവമുള്ള ഒരു കഥയുണ്ട്. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ബിയറിനെ കുറിച്ചുള്ള എന്തോ കഥയാണ്. സത്യത്തിൽ അത് അഭയാർത്ഥിത്വത്തെ കുറിച്ചുള്ള ഒരു കഥയാണ്. ശ്രീലങ്കൻ അഭയാർത്ഥിത്വത്തെ കുറിച്ചാണ് കഥ പറയുന്നതെങ്കിലും അത് പാലസ്തീനിലെ തെരുവുകളിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരുന്ന പിഞ്ചു ബാലന്മാരുടെ കഥകൾ നമ്മുടെ ഓർമ്മയിലേക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. എല്ലാ കഥകളുമല്ല ഡോക്ടർ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ ജീവിതം, പലതരത്തിലുള്ള സ്വഭാവ വൈചിത്ര്യങ്ങൾ, ഇഷ്ടങ്ങൾ ഒക്കെ ഈ കഥകളിൽ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒർഹാൻ പാമൂറിന്റെ നൈറ്റ്സ് ഓഫ് പ്രേയർ എന്ന് പറയുന്ന നോവലിൽ അദ്ദേഹം പറയുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. നമ്മുടെ സ്വന്തം കഥകൾ മറ്റുള്ളവരുടേത് എന്ന രീതിയിൽ പറയുകയും മറ്റുള്ളവരുടെ കഥകൾ നമ്മളുടേത് എന്ന രീതിയിൽ പറയുകയും ചെയ്യുക എന്നതാണ് കഥ പറച്ചിലിന്റെ കല എന്ന് പറയുന്നത്. ഈ രഹസ്യം തിരിച്ചറിഞ്ഞ ഒരു എഴുത്തുകാരനാണ് ഡോക്ടർ സന്തോഷ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിലെ ഓരോ കഥകളും വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഡോക്ടർ തന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഇതിലെ ഓരോ കഥകളും വായിക്കുമ്പോൾ നമുക്ക് തോന്നും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഡോക്ടർ തന്റേതാക്കി മാറ്റി പറയുകയാണ് എന്ന്. മുമ്പേ പറഞ്ഞതുപോലെ മനോഹരമായ കഥകൾ പറയാൻ മിടുക്കനായ എഴുത്തുകാരനാണ് ഡോക്ടർ സന്തോഷ് എന്ന് തെളിയിക്കുന്നു. ഭാവിയിലും മികച്ച കഥകളുമായി അദ്ദേഹം നമുക്കിടയിലേക്ക് കടന്നു വരട്ടെ എന്ന് അതിൽ സേവനത്തിന്റെ എല്ലാ തിരക്കുകൾക്കിടയിലും ഒരു ആശ്വാസമായ അദ്ദേഹത്തിനൊപ്പം കഥകൾ ഉണ്ടാവട്ടെ, കഥയെഴുത്തുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.